ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് പൂക്കൾ കണ്ടാലോ? തണുപ്പ് കാലം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാ ചെടികളിലും നിറയെ പൂക്കളുണ്ട്. അതുമാത്രമല്ല, എല്ലാ പൂവിനും അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ റോസാ പൂവാണെങ്കിൽ നമ്മളുടെ നാട്ടിലേക്കാളും ഒരുപാട് വലുപ്പവും അതുപോലെ ബഞ്ചായിട്ടാണ്, നിറയെ പൂക്കളാണ് ഉണ്ടാകുന്നത്. ഈവൻ ഇവിടെ റോഡിൽ ആണെങ്കിൽ പോലും കുറച്ച് പോലും മണ്ണുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ ഗ്രാസും കുറേ വൈൽഡായിട്ടുള്ള ചെടികളും ഒക്കെ ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുക. ആ വൈൽഡ് ചെടികളിൽ പോലും കുറേ പൂക്കളുണ്ടാവും. ആ പൂക്കൾ പോലും കാണാൻ വളരെ ഭംഗിയാണ്. മറ്റേ നമ്മൾ പടത്തിലൊക്കെ കാണുന്നത് പോലെ വരച്ച് വെച്ച പൂക്കളെ പോലെയുള്ള നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇവിടെ ഓരോ ചെടിയിലും ഉള്ളത്. ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ വൈൽഡായിട്ടുള്ള ചെടികളാണ്, ആരും നട്ട് വളർത്തുന്ന ചെടികളൊന്നുമല്ല. എന്നാലും നട്ട് വളർത്തുന്ന ചെടികളും ഉണ്ട്. ഈ മഞ്ഞ കളറിൽ കാണുന്ന ഈ പൂവും അതുപോലെ ഈ പൂ പോപ്പി പൂവാണ്, ഓപ്പിയം ചെടിയുടെ പൂവാണ് പോപ്പി. അതുപോലെ ഇത് വേറൊരു വയലറ്റ് കളർ പൂവ്. അങ്ങനെ പല കളറിലുള്ള വളരെ ഭംഗിയുള്ള കുറേ വൈൽഡായിട്ടുള്ള പൂക്കളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ചെടിക്ക് കറക്റ്റ് പച്ച നിറമല്ല ഉള്ളത്. നമുക്ക് കണ്ടാലേ മനസ്സിലാവും, ഒരു മഞ്ഞ് വീണ് കിടക്കുന്നത് പോലത്തെ ഒരു ഭംഗിയുള്ള ചെടിയാണ്. ഇതും റോഡ് സൈഡിൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. അതിൽ ഈ കളർ വ്യത്യാസമുള്ള ഈ ചെടിയും കാണാൻ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇത് വേറൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടതാണ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ. നല്ല ഭംഗിയുള്ളപ്പോൾ അതും കൂടി വീഡിയോ എടുത്തു. അതുപോലെ ഈ കാണുന്നത് ചെറിയാണ്, സ്വീറ്റ് ചെറി. ഇത് ഏകദേശം ചെറുതായിട്ടൊക്കെ പഴുത്തു തുടങ്ങി. അതുപോലെ ഈ താഴെ കാണുന്നത് ആപ്പിൾസാണ്. പക്ഷേ ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അല്ല, ആപ്പിൾ ചെറുതായിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് വേറെന്തോ ടൈപ്പ് ചെടിയാണ്, എന്താണ് പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേരറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് ലാവൻഡർ കളർ ഈ പൂ കണ്ടിട്ട് ഒരു ഗേറ്റിൻ്റെ മണ്ടയ്ക്കൂടി നമ്മൾ എടുത്തതാണ് ഈ വീഡിയോ. അപ്പോഴത്തേക്ക് അവിടുത്തെ പട്ടി കുരച്ചുകൊണ്ട് ഓടി വന്നപ്പോഴത്തേനും ഞങ്ങൾ ഓടിക്കളഞ്ഞു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ, പിന്നെ ഇവിടെ ഒരു വീട്ടിൽ പോലും ഒരു ചെടി പോലും ഇല്ലാത്ത വീടുകളില്ല. എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ കുറേ ചെടികളും പൂക്കളും ഭയങ്കര ഭംഗിയായിട്ടാണ് അവരതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓരോ ചെടിയായാലും റോഡിലാണെങ്കിലും ഭയങ്കര വൃത്തിയായിട്ടാണ് അവർ ചെടികളും മരങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ മരത്തിൻ്റെ ആയാലും ഇലകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് നല്ല പിങ്ക് കളർ റോസാപ്പൂവുള്ളൊരു വീടായിരുന്നു. അതിൽ ഇത് വേറെ എന്തോ ടൈപ്പ് ഓഫ് ചെടിയാണ്, റോസ അല്ല, പക്ഷേ കുറച്ച് വലിപ്പമുള്ള പൂവാണ്, റോസ പോലെ ഇരിക്കും. ഇതൊരു ടൈപ്പ് ഓഫ് റോസയാണ്, നല്ല കട്ട ചുവപ്പുള്ള ഒരു റോസയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ വെള്ള കളറ് കുഞ്ഞു വെള്ളപ്പൂവുള്ള റോസയുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണെന്ന് തോന്നുന്നു മറ്റേ കളർ റോസ ഉണ്ടായത്. ഇതുപോലെ ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ്, ഇത് വേറൊരു നല്ല പിങ്ക് കളറാണ്. എല്ലാ വീടുകളിലും റോസയുണ്ട്, റോസ ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ്. എന്ന് മാത്രമല്ല, എല്ലാം വലിയ മറ്റേ താമരപ്പൂവിൻ്റെ അത്രയും വലുപ്പമുള്ള വലിയ വലിയ റോസകളാണ്. കുഞ്ഞ് നീലപ്പൂ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ പേരാണ് ഫോർഗെറ്റ് മീ നോട്ട്. പിന്നെ ഇങ്ങനെ വഴിയരികിൽ നമുക്ക് ഉള്ളികൾ, ഈ ചെടികളുടെയൊക്കെ ഉള്ളികൾ, അതായത് ലില്ലി ഡാലിയ പോലെയുള്ള ചെടികളുടെയൊക്കെ ഉള്ളി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.